യുദ്ധത്തെ നമ്മൾ ആവേശപൂർവ്വമൊക്കെ പലതും പറയുമ്പോഴും ലോകം മുഴുവൻ പല തരത്തിലുള്ള കെടുതികൾ കൊണ്ട് നിറയുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, അരാംകോയിലെ ഏതാണ്ട് 4 ലക്ഷം ബാരൽസ് ഒരു ദിവസം ഔട്ട്പുട്ടുള്ള ജസാൻ ഓയിൽ റിഫൈനറി അത് അടച്ചുപൂട്ടി. അതിനകത്തുണ്ടായ ഡാമേജ് മൂലം അതിൻ്റെ ഗ്യാസിഫിക്കേഷൻ സൈക്കിൾ കോംപ്ലക്സിലും ഓയിൽ ടാങ്ക് ഏരിയയിലും ഒക്കെ റിപ്പയർ വർക്കുകളും അതുപോലെ തന്നെ മറ്റൊരുപാട് നാശനഷ്ടങ്ങളും ഉണ്ടായതുകൊണ്ടാണ് ഈ ഓയിൽ റിഫൈനറി അടച്ചുപൂട്ടിയിരിക്കുന്നത്. ഓഗസ്റ്റ് 15 ഈ ഓയിൽ റിഫൈനറി തുറക്കും എന്നാണ് സൗദി അറേബ്യ ഇപ്പോൾ പറയുന്നത്. പക്ഷേ അരാംകോയിൽ ഇറാൻ കൃത്യമായി ലക്ഷ്യം വെച്ച് അടിച്ചത് അമേരിക്കയെപ്പോലും അമ്പരപ്പിക്കുകയും അവിടുത്തെ ഓയിൽ റിഫൈനറി തീപിടിച്ചു എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള അസറ്റുകളെയെല്ലാം തങ്ങൾ ഉന്നം വെക്കുന്നതിന് വളരെ കൃത്യമായ ഡേറ്റ തങ്ങളുടെ കൈവശമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതായിരുന്നു അരാംകോയിലെ ആക്രമണം. 4 ലക്ഷം ബാരൽ ഓയിലാണ് ഒരു ദിവസം ആ റിഫൈനറിയിൽ നിന്ന് പുറത്തു വരുന്നത്. ആ റിഫൈനറിയാണ് ഇപ്പോൾ അടച്ചുപൂട്ടിയിരിക്കുന്നത്. ഓഗസ്റ്റിൽ തുറക്കുമെന്നാണ് അവകാശവാദമെങ്കിലും കുറഞ്ഞത് 6 മാസമെങ്കിലും എടുക്കും അതിൻ്റെ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ എന്നാണ് പറയപ്പെടുന്നത്. ഇത്രയും ദിവസം യുദ്ധം നടന്നിട്ടും അറാംകോ ഒന്നും ഇറാൻ ഉന്നം വെച്ചില്ല. അതെല്ലാം ഒരു യുദ്ധത്തിൻ്റെ ഭാഗമായി ഒരു ഡിപ്ലോമാറ്റിക് സെൻസിലാണ് എടുത്തതെങ്കിൽ ഇപ്പോൾ എല്ലാം മറന്ന് അമേരിക്ക ആക്രമിച്ചു തുടങ്ങിയപ്പോഴാണ് ഇറാൻ ആ അസറ്റിൽ ഉന്നം വെച്ചത്. ആ ഉന്നം വെക്കലാണ് കടുത്ത നാശനഷ്ടങ്ങൾ വരുത്തുന്ന യുദ്ധത്തിലേക്ക് മാറിയത്. ആ മാറ്റമാണ് അമേരിക്കയെ വളരെ പെട്ടെന്ന് യുദ്ധവിരാമത്തിലേക്ക് നയിച്ചത്. അരാംകോ നമുക്കറിയാവുന്നതുപോലെ അമേരിക്കയുടെ വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സൗദി അറേബ്യയിലെ ഒരു പ്രോജക്റ്റാണ്. ഓയിൽ റിഫൈനറി രംഗത്ത് വർഷങ്ങളായി നിലനിൽക്കുന്ന ആ സംവിധാനത്തിനുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അത് സൗദി അറേബ്യയെ മാത്രമല്ല അമേരിക്കയിലെ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളെയെല്ലാം വളരെ ആശങ്കയിലാക്കുന്നതാണ് എന്ന നിലയിലേക്ക് എത്തിയപ്പോഴാണ് ഈ യുദ്ധവിരാമം ഒരനിവാര്യമാണെന്ന് ട്രംപിന് തോന്നിത്തുടങ്ങിയത്. ഈ അരാംകോയിൽ ഇത്ര കൃത്യമായി ആക്രമിക്കുന്നതിനാണ് ചൈനയും റഷ്യയും പിന്തുണ കൊടുത്തതെന്നും ആ പിന്തുണയാണ് ഈ യുദ്ധത്തിൻ്റെ അന്തിമമായ വിജയത്തിന് തടസ്സം നിൽക്കുന്നതെന്നുമാണ് അമേരിക്കയുടെയും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. അത് രാഷ്ട്രീയമായോ അല്ലാതെയോ കൈകാര്യം ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയാത്ത സ്ഥിതിവിശേഷത്തിൽ എത്ര യുദ്ധം ചെയ്തിട്ടും കാര്യമില്ലാത്തവണ്ണം പരാജയപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് എന്നാണ് വിലയിരുത്തൽ. അതുകൊണ്ട് ഓരോ തവണയും ആക്രമിക്കാൻ വന്ന് അതിൽ കൂടുതൽ അടിവാങ്ങിച്ച് പിൻവാങ്ങുന്ന അമേരിക്ക ഇപ്പോഴും സംഭവിച്ചത് അതുതന്നെയാണെന്നാണ് വിലയിരുത്തൽ. അരാംകോ ആക്രമിക്കപ്പെട്ടതോടുകൂടി സൗദി അറേബ്യയിൽ നിന്ന് വളരെ കടുത്ത സിഗ്നലുണ്ടായി. അരാംകോയെ ആക്രമിച്ചതാകട്ടെ ഹൂത്തികളാണ്. ഹൂത്തികൾക്ക് ഏറ്റവും കൂടുതൽ ആക്സസും റീച്ചുമുള്ള മേഖലയാണ് അരാംകോ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അരാംകോ ആക്രമണം അവർക്ക് വളരെ എളുപ്പവുമാണ്.